കഴിഞ്ഞ ദിവസം ഒരു സർപ്രൈസിംഗ് ആയിട്ടൊരു അനൗൺസ്മെന്റ് വന്നായിരുന്നു. ഇന്ന് നിവിൻ പോളി, ഡിജോ ജോസ് ആന്റണി, ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു ട്രെയിലർ പ്രൊമോ വരുന്നത്. ട്രെയിലർ പ്രൊമോ ആണോ, ഒരു 6 മിനിറ്റ് കണ്ടപ്പോഴാണ് അങ്ങനത്തെ തോന്നിയത്. കാരണം മലയാളത്തിൽ ഇങ്ങനെ ആരും ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. സിനിമയുടെ പേര് തന്നെ ഡിഫറെന്റ് ആണ്, മലയാളി ഫ്രം ഇന്ത്യ. എന്തായാലും വെറൈറ്റി ആണ്. കാരണം ഇങ്ങനത്തെ ഒരു 6 മിനിറ്റുള്ള പ്രൊമോ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു സാധനം ഇറക്കി വിടുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ മൊത്തത്തിൽ തൂഫാനായിരിക്കും, അല്ലെങ്കിൽ അടാറ് ദുരന്തമായിരിക്കും. അങ്ങനത്തെ സാധനമായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം 6 മിനിറ്റ് അത് തന്നെയാണ് ഈ ഒരു സാധനത്തിന് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള കാര്യം. ഡിജോ ജോസ് ആന്റണി ക്യൂൻ ജനഗണമന സിനിമയ്ക്ക് ശേഷം വരുന്ന ഒരു സാധനമാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഫയർ ബ്രാൻഡ് ആയിട്ട് ആയിരിക്കാം. അല്ലാതെ ഡിജോ ജോസ് ആന്റണി ഇറക്കൂലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ ഒരു പ്രമോ കണ്ടു നോക്കാം. 6.57 ഏകദേശം 7 മിനിറ്റ് സമയം വരുന്നുണ്ട് സിനിമ. ആ ഒരു പ്രമോ. ഹലോ. ആ ബ്രോ. ഡിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്ക ജിമ്മില നമ്മുടെ ഭാഗ്യേ. ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ ഞാൻ വിളിക്കുന്നുണ്ട്. എപ്പോ വിളിക്കാം? നീ ഏതായാലും കഴിഞ്ഞിട്ട് വിളിക്കും. വിളിക്കാം ബ്രോ. ഓക്കെ. അടിപൊളി. 86 ഇതാരാ? ഹ്യൂമറാണ്. 87 ഡിജോ, എന്തൊക്കെയുണ്ട്? സുഖം ബ്രോ. അധികം നേരമായി വന്നിട്ട്? ഇല്ല, ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. ഹെവി വർക്കൗട്ടായിരുന്നു. ബ്രോ വാ, പണിയുണ്ട്. കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? നീ ആകെ ടയർഡായല്ലോ. ശല്യത്തിനും കഴിച്ചിട്ട് വന്നേ. ബാ നമുക്ക്. അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് ഇടണേ? സെറ്റോ? എന്തിന്റെ? കോടതിയുടെ ഡയലോഗൊക്കെ നല്ല തീപ്പൊരി ആയിരിക്കണം. പഴയ കുട്ടികൾ നല്ല പൊളിയായിട്ട്. ബ്രോ ഇത്തവണ കോടതി ഇല്ല. അദ്ദേഹത്തിന് ആ ഒരു ഡയലോഗ് ഏതാണല്ലേ പാൻ ഇന്ത്യൻ. നൈസ്. കുറച്ചായി അങ്ങനെ ഒരു ഐറ്റം പിടിക്കണം ഞാൻ ആലോചിക്കുന്നു. ബ്രോ ഇതൊന്നുമല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം. പറഞ്ഞു വരുമ്പോ പാൻ ഇന്ത്യനും പഞ്ചിനും എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? അതൊക്കെ എനിക്കറിയാം. നീ കാര്യം പറ ബ്രോ. ഇതൊന്ന് കേട്ടു നോക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിരക്കിദാര ഭൂമി ജനജീവിത ഫലധാന്യ സംഭരണ. നീ പാടണ്ട. ഓക്കെ, അവിടെ നമ്മുടെ കഥാനായകൻ, ഹീറോ ഗോപി. ഗോപി ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണോ? ജന്മിയാണോന്ന് വരിക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. അല്ല പിന്നെ ജന്മിയ കൊള്ളാം. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇരിനോട് ചോദിക്കരുത്. എങ്ങനെയുണ്ട്? സർ ഡംബിൾസ്. അതെ ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ നല്ല പൊളി വിളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ? ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡാവും. ഡിജോ, ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ഓക്കെ, തള്ളു. നല്ല തള്ളാണല്ലോ. ശീലമായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ, സത്യമായിട്ട് ഞാനാണ് സാറേ എല്ലാം ചെയ്ത്. ആ ഗോപി ഒറ്റയ്ക്ക. ഞാൻ ഓക്കെ ആണോ? മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ. ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഫ്രൈവർ നിറഞ്ഞു നിൽക്കും. റിച്ച് ആയിരിക്കും, ട്രസ്റ്റ് മീ. പ്രണയം കൃഷ്ണ. മകരാസി മണിയേ
അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ്. ലവ് യു കൃഷ്ണ. തനിക്ക് നാടുള്ളൂ എന്നെ പറയാൻ നടക്കാൻ. എനിക്ക് കല്യാണം പ്രായമായിട്ടുള്ള മുതുക്ക. അതെ നല്ല മാസ് വേണം, മാസ്. മാസം ഉണ്ടോന്ന് ഈ സീനൊന്ന് കേട്ടു നോക്കി. ഉത്സവത്തിന് ഒരു ആനയുടെ നാട്ടുകാരെ ചിന്നി ചെതറി ഓടുന്നു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി സൂപ്പർ ഹീറോ, സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. പിടിച്ചോ. അപ്പൊ നമ്മൾ ഓ ചെയ്യുന്നു. പൊളി, താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചടുക്കണം ബ്രോ. അല്ല, നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. തള്ളി മറിച്ചിട്ടുണ്ട്. എടാ നിവിൻ ഓക്കെ പറഞ്ഞോ? നിവിൻ ഓക്കെ ആണ്. വേറെ ഡിജോ. എന്താ പറഞ്ഞേ? ഹലോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഡിജോ. എന്താ ബ്രോ? ഹലോ ഇന്ത്യ ആണോ ഭാരതാണോ? അത് സാധനമാണ്. രണ്ടും ഒന്നല്ലേ ബ്രോ? കൊടുക്കേണ്ടത് കൊടുക്കണം. ഇന്ത്യ മതി. ഡിജോസിന് അറിയാലോ. എടാ നീ എവിടെ പോയടാ? ഹലോ ഹലോ എടാ ഡിജോ എന്തായിരുന്നു? He's back. മലയാളി ഫ്രം ഇന്ത്യ. ഇത് തകർക്കോട്ട. ആ ഒരു ടിപ്പിക്കൽ ന്യൂ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും അതുപോലെ തന്നെ ആ ഒരു സീനിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ആയാലും എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു നിവിൻ പോളിനാണ് ഇനി മലയാള സിനിമയ്ക്ക് ആവശ്യം. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റലും എല്ലാവർക്കും ഇട്ടേക്ക്. ഇതുപോലത്തെ നിവിൻ പോളിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോഴും ആ ഒരു സ്പേസ് ഉണ്ട്. ഇദ്ദേഹം തിരിച്ചു വന്നാൽ ആ സ്പേസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ മാസ് സിനിമകളിലെ കുത്തൊഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹ്യൂമറുള്ള ഒരു ടിപ്പിക്കൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റിയ രീതിയിലുള്ള സിനിമകൾ ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആണ്. ഇപ്പൊ ദിലീപിന്റെ ഭാഗത്തു നിന്നായാലും നിമോളുടെ ഭാഗത്തു നിന്നായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് വരും, കട്ട സപ്പോർട്ട് തരും, രണ്ടുപേർക്ക് നല്ല സ്പേസ് കിട്ടും. പ്രത്യേകിച്ച് നിവിൻ പോളിക്ക് നല്ലൊരു സ്പേസ് ഇപ്പോൾ ഒരു ആവശ്യമാണ്. ഈ സിനിമ കത്തട്ടെ, നിവിൻ പോളി തിരിച്ചു വരട്ടെ. മലയാളി ഫ്രം ഇന്ത്യ, ഭാരതല്ലാട്ടാ.